പിണറായി വിജയൻ ഇടതുപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് വേണ്ടേ വേണ്ട, ഇത് എൻ്റെ ആവശ്യമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇടതുപക്ഷ പ്രവർത്തകരുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും ആവശ്യമാണ്. പിണറായിയുടെ എല്ലാ പ്രവൃത്തികളോടും പൊരുത്തപ്പെട്ടു പോകുന്ന ഏതാനും നേതാക്കൾ ഒഴിച്ചാൽ നല്ലൊരു ശതമാനം നേതാക്കളും പ്രവർത്തകരും പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെയാണ്. അതിനൊരു പ്രധാന കാരണമുണ്ട്. കഴിഞ്ഞ 10 വർഷം പിണറായി കേരളം ഭരിച്ചപ്പോൾ എല്ലാ നേട്ടങ്ങളുടെയും കാര്യക്കാരൻ കാരണബോധരായ പിണറായി ആയിരുന്നു. ഭരണത്തിലും പാർട്ടിയിലും പിണറായിയുടെ വാക്കുകൾക്ക് മറുവാക്കുണ്ടായിരുന്നില്ല. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ കാരണബോധരെ ജനം കൈയൊഴിഞ്ഞു. എല്ലാ നേട്ടങ്ങളുടെയും അവകാശം തനിക്കാണെന്ന് വാദിച്ച പിണറായി വെറും 35-ലേക്ക് ഒതുങ്ങി ഭരണം നഷ്ടമായപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നില്ലെന്ന് മാത്രമല്ല, ദിവസങ്ങളോളം മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നടക്കുകയും ചെയ്തു. ആരോടും ഒന്നും ഉരിയാടിയില്ല. അതുവരെയും പാർട്ടിക്കകത്ത് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന ശബ്ദം മുഴച്ചു നിന്നു. പിണറായിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ വരെ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ലത്രേ. എന്നാൽ ഈ വലിയ തോൽവിക്ക് ശേഷം ചെറിയ ചെറിയ അഭിപ്രായ പ്രകടനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി. പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ ഉയർന്നു. അകത്തു നിന്നും പുറത്തു നിന്നും ശബ്ദമുയർന്നത് എല്ലാ തോൽവിക്കും കാരണം പിണറായിയുടെ ഏകാധിപത്യ സ്വഭാവവും മാടമ്പിത്തരവുമാണെന്നാണ്. കൂട്ടത്തിൽ എം.വി. ഗോവിന്ദന്റെ വായാടിത്തരവും കഴിവുകേടുമാണെന്നും. ഇത്രയൊക്കെ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടും നയം മാറ്റാൻ പിണറായി സഖാവ് തയ്യാറായില്ല. ഇടതുപക്ഷത്തിന്റെ മുൻ MP സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്, ഇനിയും കേരളം ഭരിക്കാൻ ഞാനല്ലാതെ മറ്റാരാണ് ഉള്ളതെന്ന പിണറായിയുടെ ഫ്യൂഡൽ അറഗൻസ് ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു എന്നാണ്. താനല്ലാതെ ഇടതുപക്ഷത്തിന്റെ തലവനാവാൻ മറ്റാരുമില്ലെന്ന ധാർഷ്ട്യവും അഹങ്കാരവും പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരെ പോലും ഭയപ്പെടുത്തിയിരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുയരുന്ന അപസ്വരങ്ങളും നേതൃത്വത്തിനെതിരെയുള്ള ചോദ്യങ്ങളും. എന്നാൽ ഇപ്പോഴും ചില നേതാക്കൾ പിണറായിയെ നോക്കുകൊണ്ടുപോലും ചോദ്യം ചെയ്യാൻ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയം അഭിനയിക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാലും വിജയമുണ്ടായാലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. അത് ശാസ്ത്രീയമല്ല, അത് സമഗ്രമല്ല, അത് ഇടതുപക്ഷ വിശകലനത്തിന്റെ ഭാഗവുമല്ല. CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M. സ്വരാജ് പറയുന്നത് വളരെയധികം സത്യം തന്നെയാണ്. ഒരു പാർട്ടി വീഴുമ്പോൾ അല്ലെങ്കിൽ തകർച്ചയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഒരാളിൽ മാത്രം കെട്ടിവെക്കരുത്. ന്യായമായ ആവശ്യമാണ്. ഇവിടെ പാർട്ടി ഇതുവരെ നേരിടാത്ത ഒരു പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അതിന് കൂട്ടുത്തരവാദിത്ത സ്വഭാവം തന്നെയാണ് വേണ്ടത്. അവിടെ പിണറായിയെയോ ഗോവിന്ദൻ മാഷിനെയോ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കരുത്. എന്നാൽ ഇതോ, കേരളം ഭരിച്ചിടും പിണറായി വിജയനെന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയനെന്ന സഖാവ് തന്നെ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. ഈ പാട്ടിന്, ഈ സ്തുതിഗീതത്തിന് സഖാവ് സ്വരാജ് എന്ത് മറുപടിയാണ് പറയുക? പാർട്ടിയെ ഒരൊറ്റ വ്യക്തിയിലേക്ക് ചുരുക്കിക്കൊണ്ടുപോകുന്ന, പാർട്ടിയെ ഏകാധിപത്യത്തിലേക്ക് പിടിച്ചു തള്ളുന്ന ഈ സ്തുതിഗീതത്തിന് സഖാവ് സ്വരാജ് എന്തുത്തരം പറയും? പാർട്ടിയുടെ പരാജയത്തിന് കൂട്ടുത്തരവാദിത്തമുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാതിരിക്കാൻ പാടില്ല എങ്കിൽ നേട്ടമുണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദി എങ്ങനെയാണ് പിണറായി മാത്രമായി ഒതുങ്ങുന്നത്? ഒരു പാർട്ടിയുടെ ഭരണതലത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾക്ക് ഒരാൾ മാത്രം കാരണമാകുന്നത് എങ്ങനെയാണ്? പിണറായിയെ സ്തുതിപാഠകർ ഉയർത്തിക്കൊണ്ടുപോയപ്പോൾ അയാൾ മതിമറന്നു. സ്തുതിപാഠകരായ അണികളെ തിരുത്താൻ അയാൾ പോലും തയ്യാറായില്ല. മറ്റ് നേതാക്കളും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുമ്പോൾ കേരളം എന്ന ദർപ്പണത്തിൽ തെളിഞ്ഞു കണ്ടത് ഒരൊറ്റ പ്രതിബിംബമായിരുന്നു, പിണറായിയുടെ മാത്രം. അപ്പോഴും ആരും തിരുത്തിയില്ല. ഒന്നുകിൽ അണികളും നേതാക്കളും പ്രജ്ഞ നശിച്ചവരായി മാറിക്കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ കഴിയാത്ത വിധം പാർട്ടി എന്ന ഭയം അവരെ അടിമകളാക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ കനത്ത തോൽവിക്ക് ശേഷം മൃതപ്രായമായ പ്രതിഷേധ സ്വാതന്ത്ര്യത്തിന് ഒരു പുതുജീവൻ നൽകിയപ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അത് പാർട്ടിയുടെ സർവനാശവും കണ്ടേ അടങ്ങും. പാർട്ടിക്കകത്ത് ഒരിത്തിരി സ്വാതന്ത്ര്യം തുറന്നു പറയാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ കൊടുത്തതേയുള്ളൂ. അപ്പോഴേക്കും ആളിക്കത്താൻ തുടങ്ങി. പലപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ സുശക്തമായ സംവിധാനങ്ങളുള്ള ഒരു കേഡർ പാർട്ടിയായിട്ടാണ് പരിചയപ്പെടുത്താറ്.
നേതാക്കളെക്കാൾ പ്രാധാന്യം സംഘടനയ്ക്ക് നൽകുന്ന പാർട്ടി എന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് തിരിച്ചാണ്. സംഘടനയേക്കാൾ പ്രാധാന്യം ചില നേതാക്കൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കുമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെട്ടതും തളക്കപ്പെട്ടതും. ഈ തോൽവിക്ക് ശേഷം കുറച്ചൊക്കെ അഭിപ്രായം പറയാമെന്ന് നിലയിലെത്തിയപ്പോൾ പൊട്ടിത്തെറിക്കാനും തുടങ്ങി. ഇനി പുകഞ്ഞ് കത്തിക്കൊള്ളും. പണ്ട് സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചതുപോലെ അവസാനത്തെ സോവിയറ്റ് നേതാവായ മിഖായേൽ ഗോർബച്ചേവ് നടപ്പിലാക്കിയ ചരിത്രപ്രസിദ്ധമായ 2 രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു: ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് സഹായിച്ച 2 പരിഷ്കാരങ്ങൾ. 1980കളുടെ പകുതിയിൽ സോവിയറ്റ് യൂണിയൻ നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഭരണപരമായ അനിശ്ചിതത്വത്തിൽ നിന്നും ഭരണപരമായ നിശ്ചലാവസ്ഥയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നയങ്ങൾ അന്നത്തെ നേതാവായിരുന്ന ഗോർബച്ചേവ് കൊണ്ടുവന്നത്. എന്തായിരുന്നു ഗ്ലാസ്നോസ്റ്റ്? ഗ്ലാസ്നോസ്റ്റ് എന്ന റഷ്യൻ വാക്കിന്റെ അർത്ഥം തുറന്ന സമീപനം അല്ലെങ്കിൽ സുതാര്യത എന്നാണ്. സോവിയറ്റ് ഭരണകൂടത്തിനും സമൂഹത്തിനും നിലനിന്നിരുന്ന കടുത്ത നിയന്ത്രണങ്ങളും രഹസ്യാത്മകതയും അവസാനിപ്പിക്കാൻ ഈ നയം ലക്ഷ്യമിട്ടു. അതുവരെ കടുത്ത സെൻസർഷിപ്പ് നേരിട്ടിരുന്ന മാധ്യമങ്ങൾക്കും എഴുത്തുകാർക്കും പൊതുജനങ്ങൾക്കും സർക്കാരെ വിമർശിക്കാനും സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതുവഴി സോവിയറ്റ് ചരിത്രത്തിലെ പല കടുത്ത അധ്യായങ്ങൾ, സ്റ്റാലിന്റെ കാലത്തെ അടിച്ചമർത്തലുകൾ, ചെർണോബിൽ ആണവ ദുരന്തം പോലുള്ള ഭരണകൂടത്തിന്റെ പരാജയങ്ങൾ എന്നിവ പരസ്യമായി ചർച്ച ചെയ്യാനും ചോദ്യം ചെയ്യാനും ഇത് വഴിയൊരുക്കി. നിരവധി രാഷ്ട്രീയ തടവുകാരെ ജയിൽ മോചിതരാക്കുകയും ജനാധിപത്യപരമായ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. ഇതോടുകൂടി പുതിയ അഭിപ്രായ രൂപീകരണങ്ങളും പുതിയ അവകാശവാദങ്ങളും ഉണ്ടായി. ജനങ്ങൾ തെരുവിലിറങ്ങി തുടങ്ങി. അതുപോലെയായിരുന്നു പെരിസ്ട്രോയിക്കയും. പെരിസ്ട്രോയിക്ക എന്ന വാക്കിനർത്ഥം പുനഃസംഘടന എന്നാണ്. സോവിയറ്റ് യൂണിയന്റെ തകർന്നുപോയ സാമ്പത്തിക രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ അഴിച്ചുപണിയാനാണ് ഈ നയം ഗോർബച്ചേവ് കൊണ്ടുവന്നത്. അതുവരെ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റം വരുത്തി. വ്യക്തികൾക്ക് ചെറിയ തോതിൽ സ്വകാര്യ ബിസിനസ്സുകൾ തുടങ്ങാനും ലാഭമുണ്ടാക്കാനും അനുവാദം നൽകി. വിദേശ കമ്പനികൾക്ക് സോവിയറ്റ് യൂണിയനിൽ സംയുക്ത സംരംഭങ്ങൾ തുടങ്ങാൻ അനുമതി നൽകി. ഫാക്ടറികളുടെയും വ്യവസായങ്ങളുടെയും നിയന്ത്രണം പൂർണ്ണമായി മോസ്കോയിലുള്ള കേന്ദ്ര സർക്കാരിൽ ഒതുക്കാതെ പ്രാദേശിക മാനേജർമാർക്ക് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനെ ആധുനികവൽക്കരിക്കാനും കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ നിലനിർത്താനുമാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതെങ്കിലും ഇതിന്റെ ഫലം നേരെ വിപരീതമായിരുന്നു. പെരിസ്ട്രോയിക്ക പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അത് വ്യക്തികളിലേക്കും കമ്പനികളിലേക്കും സമ്പത്ത് കേന്ദ്രീകരിക്കാൻ കാരണമായി. പൂഴ്ത്തിവെപ്പും കടുത്ത സാധനക്ഷാമവും വർദ്ധിപ്പിച്ചു. അതേസമയം ഗ്ലാസ്നോസ്റ്റ് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയന്റെ കീഴിലുണ്ടായിരുന്ന വിവിധ റിപ്പബ്ലിക്കുകളിലെ ജനങ്ങൾ സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ തുടങ്ങി. പല പുതിയ രാജ്യങ്ങളും രൂപം കൊണ്ടു. യുക്രൈൻ, ബാൾട്ടിക് രാജ്യങ്ങൾ എല്ലാം അനന്തരഫലങ്ങളായിരുന്നു. ചുരുക്കത്തിൽ ഈ 2 പരിഷ്കാരങ്ങളും ചേർന്നാണ് 1991 സോവിയറ്റ് യൂണിയന്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്കും ശീതയുദ്ധത്തിന്റെ അവസാനത്തിലേക്കും നയിച്ചത്. എന്നാൽ പിണറായി വിജയന്റെ ഭരണത്തോടെ പാർട്ടിക്കുള്ളിൽ പെരിസ്ട്രോയിക്ക പൂർണ്ണത്വത്തിൽ നടപ്പിലായി. എന്നാൽ ഗ്ലാസ്നോസ്റ്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ കേരളം ചിതറിപ്പോകില്ലെങ്കിലും CPM എന്ന പാർട്ടി പല ചെറു പാർട്ടികളായി വിഘടിക്കാൻ സാധ്യത കൂടുതലാണ്. അതിന്റെ തുടക്കമായി കാണണം പല നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്ക്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷം തകരാൻ പാടില്ല, മറിച്ച് ഇപ്പോഴത്തെ ഇടതുപക്ഷം നിലനിൽക്കാനും പാടില്ല. വേണം നമുക്ക് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിൽ തീപ്പന്തമായി ജ്വലിക്കുന്ന പഴയ സഖാക്കളെയും പാർട്ടിയെയും.